The Archduke thought that it was a good idea. What was the good idea? ആർച്ച്ഡ്യൂക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇത് നല്ലൊരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച നല്ല കാര്യം? The Archduke sitting in the center of the picture, shining like a moon, and the courtiers around him like lanterns. താൻ ചിത്രത്തിൻ്റെ മധ്യത്ത് ഒരു ചന്ദ്രനെ പോലെ ശോഭിക്കുകയും ചുറ്റും കോർട്ടിയേഴ്സ്, രാജസഭാംഗങ്ങൾ, രാജസദസ്സിലെ അംഗങ്ങൾ, ജനറൽസും ക്യാപ്റ്റനും ലേഡീസും എല്ലാം ലാൻറ്റേൺസിനെ പോലെ. എന്താ ലാൻറ്റേൺസ്? റാന്തൽ പോലെ, എന്നുവെച്ചാൽ മങ്ങിയ വെളിച്ചത്തിൽ അവരും മധ്യത്ത് നല്ല ശോഭയോടെ താനും ഇരിക്കുന്ന ചിത്രം ആണ് ടിൽ വരയ്ക്കാമെന്ന് പറഞ്ഞത്. ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അദ്ദേഹത്തിന് തോന്നി, കൊള്ളാം, നല്ല ആശയം. He agreed. The Archduke consented him. The Archduke allowed him to draw the picture. ശരി, നീ പറഞ്ഞത് ഇരിക്കട്ടെ. അതുപോലെ തന്നെ then he enquired. അദ്ദേഹം ചോദിച്ചു. then he asked ടില്ലിനോട് ചോദിച്ചു, what reward do you want to draw this portrait? ഈ പോർട്രൈറ്റ് വരയ്ക്കാൻ, ഈ ചിത്രം വരയ്ക്കാൻ നിനക്ക് എന്താ ചാർജ്? അതിൻ്റെ ഫീസ് എത്രയാണ്? അതിന് നിനക്ക് എത്രയാണ് റിവാർഡ്, പ്രതിഫലം? promptly ടിൽ റിപ്ലൈഡ്. പെട്ടെന്ന് സഡൻലി ടിൽ പറഞ്ഞു, റിപ്ലൈഡ്, 100 pieces of gold. Your Highness, 100 pieces of gold for drawing this picture. ഇല്ല, ഒരു 100 സ്വർണ്ണ നാണയം. ആർച്ച്ഡ്യൂക്ക് at once gave him the amount in advance. അപ്പോൾ തന്നെ, മുൻകൂറായി തന്നെ, പണം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ പണം ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ ഏൽപ്പിച്ചു. ടിൽ വാസ് വെരി ഹാപ്പി. ടില്ലിന് ഭയങ്കര സന്തോഷമുണ്ടായി. ഇറ്റ് വാസ് ടു ഹിം ലൈക്ക് ഫില്ലിങ് ഓയിൽ ടു ദ ലാമ്പ്. വിളക്കിൽ എണ്ണ ഫില്ല് ചെയ്യുന്ന പോലെ, കത്തുവാൻ വേണ്ടിയുള്ള ഇന്ധനം നൽകുന്ന പോലെ അവന് വല്ലാത്ത സന്തോഷം തോന്നി. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കഴിഞ്ഞു. Everyone thought that Till was drawing their portrait. അവരുടെ പോർട്രേറ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എല്ലാവരെയും ധാരണ. പക്ഷേ they put him under stress. പക്ഷേ ഇവരെല്ലാം കൂടെ ചേർന്ന് ടില്ലിനെ വല്ലാത്തൊരു സ്ട്രെസ്സിലാക്കി, വല്ലാത്തൊരു മനപ്രയാസത്തിലാക്കി. കാരണം ദ ആർച്ച്ഡ്യൂക്ക് ടോൾഡ് ഹിം, ആർച്ച്ഡ്യൂക്ക് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ടിൽ യു ആർ ടു പെയിൻറ്റ് ഓൾ ദ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. യു ഷുഡ് പെയിൻറ്റ് ദ പിക്ചർ. ഈ ചിത്രം നീ വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കണം? എക്സാക്റ്റ് ആയിരിക്കണം. ആസ് ദേ സീ, അവർ കാണുന്നത് പോലെ വേണം ഓരോരുത്തരും ഇരിക്കാൻ. നോ ചേഞ്ച് യു മേക്ക് ഇൻ ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ ഒരു മാറ്റവും നീ വരുത്തരുത്, എങ്ങനെ ഇരിക്കുന്നു അതുപോലെ. എന്ന് പറഞ്ഞാൽ ഡോണ്ട് ചേഞ്ച് എ വൈറ്റ് ഹെയർ ബ്ലാക്ക്. ഒരു നരച്ച മുടി പോലും നീ കറുപ്പിക്കരുത്. രാജകൽപ്പനയാണ്. ഇഫ് ഹി മേക്സ് എ ചേഞ്ച്, the Duke will slaughter him like a pig. If you make a slight change in the picture, I will slaughter you like a pig. That is the punishment. അദ്ദേഹം ശിക്ഷയും വിധിച്ചു. ആർട്ടിസ്റ്റേ, നിങ്ങൾ ഈ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരയ്ക്കുകയാണെങ്കിൽ പിഗിനെ, പന്നിയെ സ്ലാട്ടർ ചെയ്യുന്നത് പോലെ
കൊല്ലുന്നത് പോലെ, ഇറച്ചിക്ക് വെട്ടുന്ന പോലെ, വിറച്ചി വെട്ടുന്ന പോലെ വെട്ടിക്കളയും, നിങ്ങളെ കൊന്നുകളയും. അതാണ് കിങ്ങിൻ്റെ കാര്യം, ഡ്യൂക്കിൻ്റെ കാര്യം. ഇനി ഓൺ ദ അതർ സൈഡ് ദ കോർട്ടിയേഴ്സ് വൺ ബൈ വൺ റെക്കമെൻഡഡ് ടു ഡ്രോ their picture in very handsome, looking very handsome. അവരുടെ ചിത്രമെല്ലാം വളരെ മനോഹരമായിരിക്കണം. ദേ ആൾസോ ത്രട്ടൻഡ് ഹിം. അവരും അയാളെ ഭീഷണിപ്പെടുത്തി. എന്തു പറഞ്ഞു? അതർവൈസ് ദേ വിൽ കിൽ ഹിം. അവർ പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളെ. അപ്പോൾ ഒരു ഭാഗത്ത് ചിത്രം മാറ്റം വരച്ചാൽ രാജാവ് കൊല്ലും. അതുകൊണ്ട് മറുഭാഗത്താണെങ്കിലോ കോർട്ടിയേഴ്സ് ചിത്രം നല്ല രീതിയിൽ വരച്ചില്ലെങ്കിൽ അവർ കൊല്ലും. ടിൽ റിയലൈസ്ഡ് ദാറ്റ് ഇൻ നെയ്തർ കേസ് ഹി വിൽ ഡൈ. എങ്കിലും ഒരു രീതിയിൽ താൻ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് സോ ഹി ഡിസൈഡഡ് നോട്ട് ടു ഡ്രോ ദ പിക്ചർ. ഈ ചിത്രം വരയ്ക്കണ്ട എന്നൊരു തീരുമാനം എടുത്തു. ഏതായാലും ഹി പ്രിറ്റൻഡഡ് ദാറ്റ് ഹി വാസ് ഡ്രോയിങ് ദ പിക്ചർ. താൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ അഭിനയിച്ചു. ഡേയ്സ് പാസ്റ്റ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഫൈനലി വൺ ഡേ ദ ആർച്ച് ഡ്യൂക്ക് ആൻഡ് ഹിസ് കോർട്ടിയേഴ്സ് കെയിം ഇൻ ടു ഹിസ് റൂം ടു സീ ദ പിക്ചർ. കോർട്ടിൽ കോർട്ടിയേഴ്സും അതുപോലെ ആർച്ച് ഡ്യൂക്കും എല്ലാം ഒരു ദിവസം അയാളുടെ റൂമിൽ വന്നു. ഇതിനാണ് ചിത്രം കാണാൻ. വാസ് ദെയർ എനി പിക്ചർ ഓൺ ദ വാൾ? അയാൾ ഏതെങ്കിലും ചിത്രം വരച്ചിട്ടുണ്ടോ? നോ, he did not draw any picture because he was afraid to draw the picture. പടം വരയ്ക്കാൻ അയാൾക്ക് ഭയമാണ്. പടം വരച്ചുള്ള കുഴപ്പം എന്താണ്? എയ്തർ കേസ് ഹി വിൽ ബി കിൽഡ്. ഏത് രീതിയിലെങ്കിലും താൻ കൊല്ലപ്പെടും. അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് തനിക്ക് മരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഹി ലെറ്റ് ദ വാൾ ബ്ലാങ്ക്. ആ ചിത്രം വരയ്ക്കേണ്ട ചുവര് ബ്ലാങ്കായിട്ടങ്ങ് ഇട്ടിരുന്നു. എല്ലാവരും ചിത്രം കാണാൻ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ടില്ല് വളരെ ബുദ്ധിമാനാണ്. ടില്ല് എന്ത് ചെയ്തു? ഹി റിമൈൻഡഡ് ഓൾ ഓഫ് ദം. പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഷോ യു ദ പിക്ചർ. പിക്ചർ കാണിക്കാൻ പോവുകയാണ്. ബട്ട് ദർ ഈസ് വൺ കണ്ടീഷൻ. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഇവിടെ നിങ്ങളെല്ലാവരും ഓർമ്മിക്കണം. Till reminded everyone that only those who had noble blood in their veins would be able to see the picture. നിങ്ങളുടെ ആരുടെയൊക്കെ ഞരമ്പുകളിൽ കൂടി നോബിൾ ബ്ലഡ് ഓടുന്നുവോ, രാജ്യസ്നേഹത്തിൻ്റെ രക്തം ഓടുന്നുവോ, രാജ്യസ്നേഹികളായ ആൾക്കാർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ പറ്റൂ. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ചിത്രം കാണാൻ പറ്റൂ. ചിത്രം കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാജ്യസ്നേഹികളല്ല, അവർ ട്രൈറ്റേഴ്സാണ്. ട്രൈറ്റേഴ്സ് കനോട്ട് സീ എനിത്തിങ് ഓൺ ദ വാൾ. ഈ ചുവരിൽ ട്രൈറ്റേഴ്സിന് ഒന്നും കാണാൻ പറ്റില്ല. ട്രൈറ്റേഴ്സ് ആർ നോട്ട് ഏബിൾ ടു സീ എനി പിക്ചർ ഓൺ ദിസ് വാൾ. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളെല്ലാം രാജ്യസ്നേഹികളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ചിത്രം കാണാൻ പറ്റും. എവരിവൺ അഗ്രീഡ്. എല്ലാവരും സമ്മതിച്ചു. On that agreement, that Till flung the curtains aside. ആ എഗ്രിമെൻറ്റിൽ, ആ കണ്ടീഷനിൽ Till flung the curtains aside. ആ കർട്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ചുവരിൽ ചിത്രം കാണാം. പക്ഷേ ചിത്രം ഉണ്ടെങ്കിലേ കാണൂ. ടില്ല് ചിത്രം വരച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നോബിൾ ബ്ലഡ് വെയിൻസിൽ കൂടി ഓടുന്നവർക്ക് ചിത്രം കാണാം, അല്ലാത്തവർക്ക് ചിത്രം കാണാൻ പറ്റില്ല. ക്യാൻ എനിവൺ സേ ഐ കോൺട്ട് സീ ദ പിക്ചർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് ചിത്രം കാണാൻ പറ്റില്ല? അങ്ങനെ പറഞ്ഞാൽ ഹി വിൽ ബി എ ട്രൈറ്റർ. അവനൊരു ട്രൈറ്ററാവും. ഹി വിൽ ബി ഇൻ ജയിൽ. ഉടൻ തന്നെ അവൻ തുറുങ്കിലടയ്ക്കപ്പെടും. അത് ഭയന്ന് ആർക്കും ഉള്ള സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം ഇല്ലാതായിപ്പോയി. അവരെന്ത് ചെയ്തു? എവരി വൺ ഓരോരുത്തരും പ്രൈസ്ഡ് ദ ആർട്ടിസ്റ്റ്. എല്ലാവരും ആർട്ടിസ്റ്റിനെ പ്രൈസ് ചെയ്തു. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ, വാട്ട് എ സ്പ്ലെൻഡിഡ് പോർട്രൈറ്റ്. എത്ര മനോഹരമായിരിക്കുന്നു, രാജാവ് എത്ര മനോഹരമായിരിക്കുന്നു, വെരി ഹാൻസം. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അങ്ങനെ
even though they did not see anything on the wall, in order to show their false patriotism. അവരുടെ ഫാൾസ് കള്ള രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി everyone admired the picture as splendid. എല്ലാവരും സ്പ്ലെൻഡിറ്റാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ദ കോർട്ട് ജസ്റ്റർ ഷൗട്ടഡ്. അതിനകത്ത് അപ്പോൾ പെട്ടെന്ന് ഒരാളുടെ സൗണ്ട് കേട്ടു. ആരാണ് സംസാരിച്ചത്? കോർട്ട് ജസ്റ്റർ ക്ലൗൺ, രാജകൊട്ടാരത്തിലെ വിദൂഷൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ. ഞാനൊരു ഫൂളാണ്. ഐ ആം ദ കോർട്ട് ജസ്റ്റർ. ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ്. എൻ്റെ ശരീരത്തിൽ ബ്ലൂ ബ്ലഡ് ഇല്ല. നോബൽ ബ്ലഡൊന്നും എൻ്റെ വെയിൻസിൽ ഓടുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് രാജ്യസ്നേഹം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഐ സീ ദ വാൾ ബ്ലാങ്ക്. എനിക്ക് വാളിൽ ഒരു ചിത്രവും കാണാൻ പറ്റുന്നില്ല. വാൾ ബ്ലാങ്കായി കിടക്കുന്നു, എംറ്റി ആയി കിടക്കുന്നു. ഞാനുള്ള സത്യം വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട ടിൽ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ട്രിക്ക് വാസ് ലീക്ഡ്. തൻ്റെ ട്രിക്ക് ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. തന്നിവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ഹി ഫെയിൽഡ് ദയർ. സോ ഹി drove away on his donkey as early as possible. നിന്ന നിലയിൽ അയാൾ തൻ്റെ കഴുതപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു. That is the end of the lesson, a mysterious picture.